പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തിരക്കായതുകൊണ്ട് ഇത്തിരി ഒരാഴ്ചയായിട്ട് ലൈവ് ഉണ്ടാവാറില്ല. ഇൻഷാ അല്ലാഹ് ഒരു 4-5 ദിവസം കൊണ്ട് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഞാൻ എന്ന് പറയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുകളിൽപ്പെട്ട ഒരാളാണ് രാഹുൽ ഈശ്വർ. 1000 കോഴിക്ക് അരക്കാട് എന്ന് പറയും പോലെ 1000 പെണ്ണിൻ്റെ ഒരൊറ്റ ഈശ്വർ രാഹുൽ മതി. അത് ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഞാനിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കാൻ ഷെയർ ചെയ്യാൻ. നമ്മുടെ നിയമപീഠം, നിയമത്തിൻ്റെ ചെയറുകളിൽ അതിൽ വിധികളും അതിൻ്റെ നിയമങ്ങളും അതിൽ എഴുതി വെച്ച കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ യുക്തിയും തന്ത്രവും വക്രബുദ്ധിയുമുള്ള പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിൽ വയ്യാധാരം ബലിയാടാവുന്ന ഒത്തിരി മനസ്സ് വേദനിക്കുന്ന പുരുഷന്മാരുണ്ടെന്നുള്ളൊരു നഗ്ന സത്യമാണ്. അതറിയുന്ന രാഹുൽ ഈശ്വർ ജാതിഭേദമില്ലാതെ, ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമില്ലാതെ സത്യത്തിൻ്റെ പക്ഷത്ത് മാത്രം, നേരിൻ്റെ പക്ഷത്ത് മാത്രം ഗർജിക്കുന്ന രാഹുലിനെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. നേരിൻ്റെ പക്ഷത്ത് മാത്രം കാര്യങ്ങൾ അതിൻ്റെ സ്പഷ്ടമായി പഠിച്ചുകൊണ്ട് പറയുന്ന രാഹുൽ. അതുകൊണ്ട് തന്നെയാണ് ആ വെട്ടമേഖ സമ്മേളനത്തിൽ 100 ആളുകൾ ഒന്നിച്ച് സംസാരിച്ചിട്ടും രാഹുലിൻ്റെ ഒറ്റക്ക് ഒരു ബോഡി ലാംഗ്വേജിനും ഒരു ഭാവവ്യത്യാസമില്ലാതെ എല്ലാത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ട് എല്ലാ ഫെമിനിസ്റ്റുകളെയും ഒതുക്കുന്ന ഒരു രംഗം. അപ്പോൾ ഇന്നത്തെ നിയമം, അതാണായാലും പെണ്ണായാലും, ഒരു നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒത്തിരി ആൺ മനസ്സ് വേദനിച്ച് ദുരുപയോഗം ചെയ്യുമ്പോൾ രാഹുൽ ഈശ്വർ പറയുന്ന ഈ ആശയം, പുരുഷന്റെ കാര്യങ്ങൾ പറയാനൊരു ഇടം വേണം, ഒരു അത്താണി വേണം, ഒരു ആസ്ഥാന മന്ദിരം, ഒരു ആസ്ഥാന ഓഫീസ് വേണം, ഒരു സംയുക്തമായിട്ടൊരു സംഘടന വേണമെന്നൊരു ആശയം എത്രയും ആവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ രാഹുൽ ഈശ്വറിനെ ഒന്ന് വിലയിരുത്തുക. ഓക്കെ, ബൈ. അനീഫ കട്ടുപ്പാറ. നിയമസഭയുടെ പരിഗണനയിലുണ്ട്. ഇത് ഞാൻ പ്രിന്റ് ചെയ്തതല്ല, ഇത് നിയമസഭാ സെക്രട്ടേറിയറ്റ് അവരുടെ ചെലവിൽ പ്രിന്റ് ചെയ്ത് 140 MLA-മാർക്കും കൊടുത്തതാണ്. ഈ സ്ത്രീ വിരോധികളെന്ന് വിളിക്കുമോ എന്ന് പേടിച്ച് നമ്മുടെ MLA-മാർ അവതരിപ്പിക്കാതിരിക്കുന്നതാണ്. ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത ആദ്യ ഘട്ടം കഴിഞ്ഞു. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ന ചോദ്യം വാലിഡ് ആണ്. രാഹുൽ പറയുന്നതിനൊപ്പം ഇവരിവിടെ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം വിഭാഗം കേസുകൾ വാദിക്കാൻ പത്രത്തിൽ വാർത്ത വന്നതുകൊണ്ടോ, ചാനലിൽ നിങ്ങൾക്കെതിരെ വാർത്ത വന്നതുകൊണ്ടോ, ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നതുകൊണ്ടോ, ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരിക്കെതിരെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിങ്ങളുണ്ടോ? നിങ്ങൾ സമൂഹത്തിൽ ഉന്നതമായ പൊസിഷനിലുണ്ടോ? നിങ്ങൾക്കെതിരെ മാവിൽ കല്ലേറുണ്ടാകും. അതിന് നിങ്ങൾ ഡിഫൻസ് സിസ്റ്റത്തിൽ കൂടെ പ്രൂവ് ചെയ്യാനാണ്. അല്ലാതെ പുരുഷ കമ്മീഷന്റെ ഉമ്മറത്ത് കൊണ്ടുപോയി ഞാൻ കോടതിയിൽ കേസ് നടത്താനേ പോകുക. എല്ലാവർക്കും അതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണമെന്നില്ല. കാരണം മാനനഷ്ടം എന്ന് പറയുന്നത് സൂയിസൈഡിന്റെ ഒരു പ്രധാന റിസ്ക് തന്നെയാണ്. അപ്പൊ ഈ ചാനലിൽ വന്നാലും, പത്രത്തിൽ വന്നാലും, യൂട്യൂബിൽ വന്നാലും, എവിടെ വന്നാലും മാനനഷ്ടം ആർക്ക് വന്നാലും എല്ലാവരും ഒരേപോലെ അതിനെ തരണം ചെയ്യത്തില്ല. ഓരോരുത്തരുടെ വിൽ പവർ അനുസരിച്ചിട്ടേ അതിനെ തരണം ചെയ്യുള്ളൂ. അപ്പൊ വക്കീല് പറഞ്ഞതുമാതിരി ഡിഫൻസും അങ്ങനത്തെ കാര്യം. പിന്നെ സാർ സൂചിപ്പിച്ച വളരെ വാലിഡ് പോയിന്റ് ആണ്, വളരെ കോസ്റ്റ്ലി ആണ്. ആരുടെയെങ്കിലും ഒരു പരാതിക്ക് പോകണമെങ്കിൽ ഇറങ്ങുമ്പോഴേ എത്ര രൂപ വരുമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് തന്നെയല്ല, ഡിലേഡ് പ്രോസസ്സാണ്. അതുവരെ ഈ മനുഷ്യന്, സ്ത്രീക്കാട്ടെ പുരുഷനാട്ടെ, വരാമാവുന്ന എല്ലാ ഡാമേജും വരും. അവരുടെ ഭാവി നശിക്കും, അവരുടെ ഫാമിലി നശിക്കും. അവർ അതുവരെ നേടിയ എല്ലാ പേരും പ്രശസ്തിയും താഴെ വീഴും. വീട്ടുകൊട്ടാരം പോലെ താഴെ പറഞ്ഞു. വനിതാ കമ്മീഷൻ പല്ല് പോയ പോലെ ആയിരിക്കില്ല പുരുഷ കമ്മീഷൻ വരുമ്പോ. പല്ലുള്ള പുരുഷ കമ്മീഷൻ തന്നെയാ വരിക. ഇവര് പറഞ്ഞു ഒന്നും നടക്കില്ല, പല്ല് പോയതാ.